ഈ ഞാൻ സാധാരണ ആരും പറയാത്ത ഒരു കാര്യങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സമൂഹത്തിൽ നിറഞ്ഞിരുന്നപ്പോഴും എല്ലാ മേഖലകളിലും ഇടപെട്ടപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംവാദം നടത്തിയപ്പോഴും അപ്പോഴെല്ലാം മഹാനായ നമുക്ക് കൂടെ നിന്ന് ഊർജ്ജം നൽകിയ ഒരാളുണ്ടായിരുന്നു. എല്ലാ പുരുഷന്റെയും ജയത്തിനുള്ള ഒരു സ്ത്രീ സാന്നിധ്യം പോലെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരുടെ എന്തൊക്കെ വേദനകൾ നൽകിയാലും എപ്പോഴൊക്കെ നബിയുടെ മനസ്സ് വേദനിച്ചാലും വീട്ടിലേക്ക് വന്നാൽ അടച്ചു പിടിച്ച് സ്നേഹനിസ്സരമായ ഭാഷയിൽ അവിടുത്തെ ദുഃഖം മല പോലെയുള്ള ദുഃഖങ്ങൾ മഞ്ഞ് പോലെ ഒഴുകിപ്പോകുന്ന സ്നേഹ സാന്നിധ്യമായ ഖദീജത്തുൽ കുബ്രയെ പോലെ മഹാനായ നബിയുടെ ജീവിതത്തിൽ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഫാത്തിമ എന്ന് പറയുന്ന അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ 1992 മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് ഫാത്തിമ എന്ന ഭാര്യ മരണപ്പെട്ടപ്പോൾ ശൈഖുൽ പറഞ്ഞു ഒരു വാക്കുണ്ട്, എന്റെ ഫാത്തിമ എന്നെ യതീമാക്കിപ്പോയി. ആരാ പറയുന്നത്? ആയിരക്കണക്കിന് ധാരികൾ, ആയിരക്കണക്കിന് ഫൈദ്യമാർ, ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് പ്രാസ്ഥാനിക ബന്ധുക്കൾ ആ കൈകളെ കൊടുക്കാൻ, അവിടുത്തെ ഖിദ്മത്ത് ചെയ്യാൻ, അവിടുത്തെ ചെരുപ്പെടുക്കാൻ, അവിടത്തേക്ക് വെള്ളം കൊടുക്കാൻ, അവരുടെ ഭൂമ നടക്കാൻ ആയിരക്കണക്കിന് മനുഷ്യരുണ്ടാകുമ്പോഴും ഒരു സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഏറ്റവും സമ്പന്ന കുടുംബത്തിൽ പിറന്ന ആ മഹദി 12 ഏക്കർ സ്ഥലമായിരുന്നു, 12 ഏക്കർ നെൽപ്പാടമുണ്ടായിരുന്നു ശംസുകളുടെ ഭാര്യയ്ക്ക്. വെള്ളിമാട് കുന്നിലെ അയനിക്കാട് തറവാട്ടിലെ മുഹമ്മദ് സാഹിബിന്റെ ഏകപുത്രിയെ വിവാഹം ചെയ്തപ്പോൾ സാമ്പത്തികമായ ഉന്നതമായ കുടുംബം. ഇന്ന മുഹമ്മദൻ ഫഖീറുൻ ഫഖദ് തസവ്വജ ബി അഖില നിസാഇ അഹ്ലി മക്ക ഫകൈഫ റളിയത ഖദീജ ബി ഫഖീഹി എന്ന് റസൂലുള്ളാഹി കല്യാണം കഴിഞ്ഞ് പൊതുമരമാനായിക്കൊണ്ട് മക്കയിലെ ഉപ്പാടച്ചന്തയിലൂടെയും മക്കയിലെ അങ്ങാടിയിലൂടെയും നടക്കുന്ന നേരത്ത് ഖുറൈശികൾ പരിഹസിക്കുമായിരുന്നു. ഇന്ന മുഹമ്മദൻ ഫഖീറുൻ വഖദ് തസവ്വജ ബി അഖില നിസാഇ അഹ്ലി മക്ക, ഈ മുഹമ്മദ് ഫഖീർ അല്ലേ, കല്യാണം കഴിച്ചത് വലിയ സമ്പത്തുള്ള ഖദീജയെ. കൈഫ റളിയത ഖദീജ ബി ഫഖീഹി, ദരിദ്രനായ മുഹമ്മദിനെ എങ്ങനെ ഈ സമ്പന്നയായ ഖദീജ പൊരുത്തപ്പെടുന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചിരുന്നു. അന്ന് ഖദീജ മക്കക്കാരെ മുഴുവൻ സാക്ഷി നിർത്തിയിട്ട് എന്റെ സർവ്വസമ്പത്തും നിങ്ങൾ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ പരിഹസിച്ച എന്റെ വാർത്താവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആയിഷത്ത് മഹദിയായ ഖദീജ പോലെയുള്ള സ്നേഹ സാന്നിധ്യമായി ഒരു സാന്നിധ്യം മഹാനായ ശംസുകളുടെ ഭാര്യയായിരുന്നു. അവരുടെ വേർപാടാണ് ജീവിതത്തിൽ ഏറ്റവും പ്രയാസം ഉണ്ടായത്. മറ്റൊരു വേർപാട് മഹാനായ ഹസൻ ഫാത്തിമ എന്ന ഭാര്യ മരിച്ചുപോയപ്പോൾ പറഞ്ഞു, എന്നെ അവിടെ യതീമാക്കിയിരുന്നു. ഹസൻ മരിച്ചുപോയപ്പോൾ ശേഖുന പറഞ്ഞു, ഹസൻ പോയപ്പോൾ എന്റെ ഒരു ഭാഗം പോയതുപോലെ അവരുടെയൊക്കെ പരലോകം ചെയ്യേ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകളോളം അനാവരണം ചെയ്താലും തീരാത്ത അത്രയും വായിച്ചാൽ തീരാത്ത അത്രയും മനോഹരമായ സന്ദേശങ്ങൾ കൈമാറിയിട്ടാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ നഷ്ടം ഒരിക്കലും ഈ സമുദായത്തിന് തീർക്കാൻ സാധ്യമല്ല. ഒരു പണ്ഡിതൻ മരിച്ചു പോകുന്നത്, ഒരു പണ്ഡിതൻ വിട പറഞ്ഞു പോകുന്നത്, ഒരു കബീല മുഴുവൻ മരിച്ചു പോകുന്നതിനേക്കാളും അപകടമാണ്, തീരാ നഷ്ടമാണ്. ഒരു കബീല മുഴുവൻ മരിച്ചു പോകുന്നത് ഒരു പണ്ഡിതന്റെ മരണത്തോളം വലുതല്ല. മഹാനായ ശംസുലയുടെ വിയോഗാനന്തരം വരക്കൽ മക്കാമിന്റെ ബാലവി മുല്ലക്കോയ തങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് അന്ന് മറവ് ചെയ്ത് തിരിച്ചുപോയത് 19 വർഷക്കാലം ഈ ഭൂമുഖത്ത് ജീവിച്ച ഈ അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു മനുഷ്യനെ മാത്രമല്ല, അവർ ആവാഹിച്ചെടുത്തിരിക്കുന്ന ആഴത്തിലുള്ള വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥങ്ങൾ, അവരെ നേടിയെടുത്തിരിക്കുന്ന റസൂലുകൾ, അവരുടെ ഹദീസുകൾ, അവരുടെ വൈജ്ഞാനികമായ വിശാലമായ പ്രപഞ്ചത്തെ കൂടെ മണ്ണിട്ട് മൂടിക്കൊണ്ടാണ് ലോകം തിരിച്ചുപോയത്. അതുകൊണ്ടാണ് ഒരു